ഇന്നത്തെ വീഡിയോയിൽ തട്ട എങ്ങനെ നമ്മുടെ വീടുകളിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം എന്ന് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. തട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഈ ഒരു ബോളിലേക്ക് എടുക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടി, 1 കപ്പ് അരിപ്പൊടി. നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്, 1 കപ്പ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇച്ചിരി ഹീപ്ഡായിട്ട് ഇത് പൊട്ടുകടല പൊടിച്ചെടുത്താണ്. പൊട്ടുകടല എന്ന് പറഞ്ഞാൽ ചമ്മന്തിക്കൊക്കെ ഇടുന്ന പൊട്ടുകടലയുണ്ടല്ലോ, റോസ്റ്റഡ് ബംഗാൾ ഗ്രാം. അത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. പൊടിച്ചിട്ട് അതൊരു ഇച്ചിരി ഹീപ്ഡായിട്ട് 2 ടേബിൾ സ്പൂൺ എടുക്കാം. നമുക്കിതിലേക്ക് മൈദ ചേർക്കണം. മൈദ 1 ടേബിൾ സ്പൂൺ, 11. ഇതൊന്ന് മിക്സ് ചെയ്യാം ആദ്യം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ഒന്ന് റബ്ബ് ചെയ്തെടുക്കുക. ഈ ബട്ടർ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബട്ടർ ചേർക്കാം, അതിന് പകരം നമുക്ക് ഓയിൽ, നമ്മൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഓയിലിനകത്തേക്ക് വേണേൽ ചേർക്കാം, അല്ല നെയ്യ് ചേർക്കാം. ബട്ടർ ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഹാർഡല്ലാത്ത ഒരു ക്രിസ്പി ടെക്സ്ചർ കിട്ടും. അപ്പോൾ ഇതേപോലെ കിട്ടി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ജീരകമൊക്കെ ചതച്ചെടുക്കാം. നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ജീരകം, ഇതിലേക്കൊരു 5 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. നന്നായിട്ട് അരച്ചെടുക്കുക. വെളുത്തുള്ളി നന്നായിട്ട് അരയണം. നിങ്ങൾക്ക് വേണം ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി. വെളുത്തുള്ളി നല്ല പേസ്റ്റായിട്ട് കിട്ടണം. ജീരകം അധികം അരയേണ്ട ആവശ്യമില്ല. ചതച്ച മിക്സർ ഇതിനകത്തേക്ക് ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നമുക്ക് കുറച്ച് എള്ള് ചേർക്കാം, കറുത്ത എള്ള്. 1/2 ടീസ്പൂൺ കായംപൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇടണം. ഇതിലേക്ക് വളരെ ഫൈനായിട്ട് നമുക്ക് കറിവേപ്പില ചോപ്പ് ചെയ്തിടാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കടലപ്പരിപ്പ് സോക്ക് ചെയ്തതാണ്. ഇതൊരു മണിക്കൂറോളം സോക്ക് ചെയ്ത കടലപ്പരിപ്പാണ്. 1/2 ടേബിൾ സ്പൂൺ എടുത്ത് സോക്ക് ചെയ്യുക. നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് കിട്ടും. അതിനകത്തേക്ക് ചേർക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഇതിനകത്തേക്ക് നമുക്ക് ഇനിയും വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ചേർക്കുന്നതിന് മുമ്പായിട്ട് ഈ മിക്സർ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വേണം ചേർക്കാൻ. നമ്മളിവിടെ മുളക് പൊടി ചേർത്തു, അതിന് പകരം ഡ്രൈ ചില്ലി വേണേൽ സോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അരച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി ഡ്രൈ ആണെങ്കിൽ ഇത് പൊട്ടി പോവും. അപ്പം വെള്ളം എപ്പോഴും ഗ്രാജുവലി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് മുഴുക്ക വെള്ളം ഒഴിച്ചു. അത് കൂടാതെ ഒരു 1-2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയുടെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരാം. ഭയങ്കരമായിട്ട് വറുത്ത അരിയൊക്കെ ആണെങ്കിൽ ഒത്തിരി വെള്ളം എക്സ്ട്രാ ആവശ്യം വരും. നന്നായിട്ട് കുഴച്ച ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഞാൻ എടുക്കാറുള്ളത് 10 ഗ്രാമിൻ്റെ ഉരുളകളാക്കി ഡിവൈഡ് ചെയ്യും, ചെറിയ ചെറിയ ഉരുളകളായിട്ട്. ഈ സൈസിലുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കുക. ഇതേപോലെ ഇപ്പോൾ 1 കപ്പ് നമുക്ക് ഏകദേശം ഇത്രയും ക്വാണ്ടിറ്റി കിട്ടി. ഇപ്പോൾ തട്ട ഉണ്ടാക്കാനായിട്ട് ഒന്നുകിൽ ഇതേപോലെ പാച്ച്മെൻറ്റ് പേപ്പർ, ബട്ടർ പേപ്പർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വാഴയില. അപ്പോൾ നന്നായിട്ട് എണ്ണ തൂത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഒരു ബോളോ പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇത് നമ്മളിങ്ങനെ എണ്ണയിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഫോക്ക് വെച്ചിട്ട് ഒന്ന് പ്രിക്ക് ചെയ്ത് കൊടുക്കുക. ആ കൊമളിച്ച് വരാണ്ടിരിക്കാനായിട്ട് ഫോക്ക് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രിക്ക് ചെയ്ത് കൊടുക്കും. അപ്പം ഇങ്ങനെ പ്രസ് ചെയ്യുന്നതിൽ നമുക്ക് എളുപ്പം പത്തിരി പ്രസ് വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പം പത്തിരി പ്രസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം.
ഇതേപോലെ എല്ലാം ഷേപ്പ് ചെയ്ത് ഫോർക്ക് വെച്ച് കുക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഡീപ്പ് ഫ്രൈ ആണല്ലോ, അപ്പോൾ നന്നായിട്ട് എണ്ണ വേണം, മുങ്ങിക്കിടക്കുന്ന രീതിയിൽ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടോ മൂന്നോ എണ്ണമൊക്കെ ഒരേ സമയത്ത് ഇടാം. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രത്തിന് ഡിപ്പെൻഡ് ചെയ്യും. സ്പേസ് ഉണ്ടെങ്കിൽ കൂടുതലിടാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. എണ്ണ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഹീറ്റിലിടുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ എടുക്കാം. നമ്മൾ ഇത് ഫോക്ക് വെച്ച് കുക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് കൊമ്പിളിക്കാണ്ട് കിട്ടി. ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു കളറ് പാടുള്ളൂ. ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ മൂക്കും. അപ്പോൾ ഇതൊന്നുകൂടെ സ്പൈസി ആക്കണമെങ്കിൽ നമുക്കിതിനകത്തേക്ക് വേണമെങ്കിൽ ചില്ലി പൗഡറൊക്കെ ചേർക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് തട്ടയിടാം. ഇത് കുറച്ച് ചില്ലി പൗഡറും കുറച്ച് കായംപൊടിയും കൂടെ ഇടാം. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ്. ചില്ലി പൗഡറും കുറച്ച് കായംപൊടിയും കൂടെ ഇടുന്നത്. ഒരു 1/8 ടീസ്പൂൺ കായം പൗഡറുണ്ട്. നമ്മൾ മിക്സ്ചറിലൊക്കെ ഇടുന്ന പോലെ. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന തട്ട ഏകദേശം ഈ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുക. ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാം. നല്ല ക്രിസ്പിയാണ്. ഇതേപോലെ കിട്ടും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ 3 ആഴ്ചയൊക്കെ കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.